കാണാതെ പറയാനറിയില്ല. വളരെ കാലം മുമ്പ് ഒരു 2.5 വർഷം ഞാൻ പിന്നെ ഗൃഹലക്ഷ്മി എന്നുള്ള മാഗസീനിൽ ഒരുപാട് റെസിപ്പികൾ എഴുതി. നിങ്ങളാരും ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. ഞാൻ ഏതെങ്കിലും വീട്ടിൽ പോയിട്ട് നല്ലൊരു ഭക്ഷണം കഴിച്ചാൽ എനിക്കിഷ്ടമായ ഞാൻ ആ അമ്മയോടോ അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാരോട് പോയി ചോദിച്ചിട്ട് അത് എഴുതിയെടുത്തിട്ട് ഞാനത് ചിലപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ പബ്ലിഷ് ചെയ്യാം. അതുകൊണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നല്ല റെസിപ്പികൾ കിട്ടിയാൽ വാങ്ങിച്ചു തരൂ, ഞങ്ങൾ ജപ്പാനാണ് കൂടുതൽ ഇഷ്ടം. ജാപ്പനീസ് ഫുഡ് ഇഷ്ടമാണ്. ഞാൻ കുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണ്. പറഞ്ഞതുപോലെ എന്താണ് കോവിഡ് സമയത്തൊക്കെ എല്ലാ ദിവസവും ഞാൻ വീട്ടിൽ കുക്ക് ചെയ്യായിരുന്നു. ഇപ്പോഴും സമയം കിട്ടിയ സമയത്ത് കുക്ക് ചെയ്യും. അത് എൻ്റെ തന്നെ റെസിപ്പികളാണ്, അല്ലാതെ വളരെ പുസ്തകം നോക്കി ചെയ്യുന്നതല്ല. പക്ഷെ ഇതുവരെ ആയാലും ഇതിന് കുറ്റം പറഞ്ഞിട്ടില്ല. ദേഷ്യം വരാറില്ലേ? ദേഷ്യം വന്ന് എന്ത് ചെയ്യുന്നു ചോദിക്കാൻ പറഞ്ഞു. ദേഷ്യം വരാറുണ്ട്. ദേഷ്യം വരാത്ത ആൾക്കാരുണ്ട്. അതിനെ കൊണ്ട് നടക്കില്ല. ഒരുപാട് പേര് അതിനെ ഒരുപാട് ദിവസങ്ങൾ വർഷങ്ങളൊക്കെ കൊണ്ട് നടക്കും. ഞാനൊരു മൊമെൻ്റെയാണ്, റിഫ്ലക്സാണ് ദേഷ്യം. ദേഷ്യം എന്നെ ചോദിക്കുന്നതിൽ ഇല്ലാന്ന് പറയുന്ന കാര്യമുണ്ട്. അത് റിഫ്ലക്സാണ്. തീർച്ചയായിട്ടും ഒരു മനുഷ്യനാണ്, നമുക്ക് പെട്ടെന്നുള്ളൊരു വികാരമാണ് ദേഷ്യം. അതിനെ കൂടുതൽ ഡിലീറ്റ് ചെയ്യാൻ ശ്രമിക്കും നമ്മുടെ സിസ്റ്റത്തിൽ. ദേഷ്യം വരെ എത്രയോ സന്ദർഭങ്ങളിൽ ഉണ്ടാകുന്നു. അപ്പോൾ അതിനെ കൂടെ കൊണ്ടു നടക്കാതിരിക്കുക. അതിനെ ടൂളിലേക്ക് ഒരുപാട് പേര് നടക്കുന്നുണ്ട്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ താഴെ കേരളത്തിൽ ഇപ്പോൾ ജാപ്പനീസ് കുസിൻ്റെ കാര്യം പറഞ്ഞു. കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു. റൈറ്റ് ഫ്രം ട്രിവാൻഡ്രം ടു കാസർഗോഡ് ആൻഡ് ട്രിവാൻഡ്രത്ത് കാസർഗോഡൊക്കെയാണ്. അപ്പം ഈ ജില്ലകളിൽ ഏത് ജില്ലയിൽ കഴിച്ച ഫുഡാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്? അല്ലെങ്കിൽ എടുത്തു പറയുന്ന എന്തെങ്കിലും ഭക്ഷണമുണ്ടോ? അങ്ങനെ പറയാൻ പറ്റില്ല. കേരളം ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റാണ്. കാര്യം എല്ലാ ട്രിവാൻഡ്രത്തെ ഭക്ഷണം പോലെ അല്ല കൊല്ലം, അവിടുന്ന് ആലപ്പുഴ, അങ്ങനെ ഭയങ്കരമായ വൈരുദ്ധ്യമുള്ള ഭക്ഷണ രീതികളുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ മലബാർ സൈഡിലേക്ക് പോയിക്കാൻ മാതിയിൽ പോയാൽ ഒരുപാട് നമ്മൾ ചിന്തിക്കാത്ത ഭക്ഷണങ്ങളൊക്കെ ഉണ്ട്. എവിടെയാണ് നല്ല ഭക്ഷണം കിട്ടുന്നത് അതാണ് എനിക്ക് ഇഷ്ടമുള്ള സ്ഥലം. നമ്മുടെ നാട്ടിലെ ഫുഡ് ഏതാ ഇഷ്ടം? ഫുഡാണ് ഇഷ്ടം. നിങ്ങൾ വേണ്ടതാണ്. അതെ അതെ. നിങ്ങൾ പറയാം എന്താ ഇഷ്ടം? എനിക്ക് നല്ല മട്ടൺ, നമുക്ക് വേണ്ട നല്ല ലൈവ് ഫ്രഷ് മട്ടൺ കിട്ടും. മട്ടൺ ഇഷ്ടമാണ്. തട്ടുദോശ ഇഷ്ടമാണ്. ഇതൊക്കെ എനിക്ക് ഇഷ്ടമുള്ള. അങ്ങനെ നമുക്ക് ഒരു പ്രത്യേക ഇഷ്ടത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൽ മാത്രം ഒതുങ്ങും. നമ്മളെല്ലാം കഴിക്കണം. അതിൽ നിന്ന് ഞാൻ എല്ലാ ഭക്ഷണം കഴിക്കുന്ന ആളാണ്.